നമസ്തേ. പുതുമോടിയിൽ പുരി ക്ഷേത്രം ഉദ്ഘാടനം നാളെ. പുരി ജഗന്നാഥ ക്ഷേത്രം പഴമയിൽ നിന്ന് പുതുമയിലേക്ക്. രഥോത്സവത്തിന്റെ ക്ഷേത്രപ്പെരുമ ഇനി പുതുമോടിയിൽ. ക്ഷേത്രത്തിൽ 800 കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയായതുമായി ബന്ധപ്പെട്ട ചടങ്ങ് നാളെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലം ഏറ്റെടുത്താണ് 2019 തുടക്കമിട്ട പദ്ധതി പൂർത്തിയാക്കിയത്. ഭാരതത്തിലെ പ്രധാനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ക്ഷേത്രം. ജഗന്നാഥൻ അഥവാ കൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. മുൻപ് 5 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. ചുറ്റുമുള്ള കെട്ടിടങ്ങളും മഠങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒഴിപ്പിച്ച് 21 ഏക്കർ കൂടി ഏറ്റെടുത്താണ് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയത്. 680 കുടുംബങ്ങളെയും 400 കച്ചവടക്കാരെയും ഒഴിപ്പിച്ചതായി ജില്ലാ കളക്ടർ സാമർത്ഥ് വർമ്മ അറിയിച്ചു. കലിംഗ വാസ്തുവിദ്യ പ്രകാരമാണ് ക്ഷേത്ര പരിസരം മോടി പിടിപ്പിച്ചത്. വലം വയ്ക്കാൻ വിശാലമായ നടപ്പാത, ക്ഷേത്രമതിലിനോട് ചേർന്ന് മുറ്റത്ത് ഉദ്യാനം, ആധുനിക രീതിയിലുള്ള ശൗചാലയങ്ങൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. രഥയാത്രയ്ക്ക് പ്രത്യേക പാത, സർവീസ് ലെയിൻ, 3000 കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യമുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം, തീർത്ഥാടകർക്ക് ആധുനിക വിശ്രമ കേന്ദ്രം എന്നിവയും നിർമ്മിച്ചു. ദേശീയപാത ബൈപ്പാസ്, മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാനുള്ള പുതിയ റോഡുകളും പദ്ധതിയുടെ ഭാഗമാണ്. പുരി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്നും കലക്ടർ അറിയിച്ചു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് അടുത്തായി സഹോദരനായ ബലരാമന്റെയും സഹോദരിയായ സുഭദ്രയുടെയും പ്രതിഷ്ഠയുണ്ട്. ഹൈന്ദവ വിശ്വാസികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും സന്ദർശിച്ചിരിക്കണമെന്ന് വിശ്വസിക്കപ്പെടുന്ന 4 പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് പുരി ക്ഷേത്രം. ബദ്രിനാഥ്, ദ്വാരക, രാമേശ്വരം എന്നിവയാണ് മറ്റ് 3 സ്ഥലങ്ങൾ. പുരി ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം ഒറീസയിലെ ഗംഗ രാജവംശത്തിൽപ്പെട്ട ഇന്ദ്രദ്യുമ്നൻ രാജാവിനെ കേന്ദ്രീകരിച്ചാണ്. ഒരു തടിയുടെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന വിഷ്ണു ഭക്തനായ രാജാവിന് ഒരിക്കൽ സ്വപ്ന ദർശനമുണ്ടായി. ഒരിക്കൽ ആർത്തുലച്ചു വന്ന തിരമാലകളിൽ നിന്നും അടയാളങ്ങളുള്ള ഒരു മരത്തടി അദ്ദേഹത്തിന് ലഭിച്ചു. രാജ്യത്തെ പ്രഗത്ഭന്മാരായ തച്ചന്മാരെ വിളിച്ചു വരുത്തി ഈ മരത്തടി കൊണ്ട് ജഗന്നാഥ വിഗ്രഹം നിർമ്മിക്കുവാൻ കൽപ്പിച്ചു. പക്ഷേ തച്ചന്മാരുടെ ഉള്ളികൾക്കൊന്നും ഈ മരത്തടിയെ ഭേദിപ്പിക്കാനായില്ല. പിന്നീട് ചെറുപ്പക്കാരനായ ഒരു തച്ചൻ എങ്ങു നിന്നോ എത്തി വിഗ്രഹം നിർമ്മിച്ചു അത്രേ. മരത്തടിയുമായി ഒരു മുറിയിൽ കയറി കതകടച്ച തച്ചനെ 15 ദിവസമായിട്ടും കാണാതിരുന്നപ്പോൾ രാജാവ് മുറി തുറന്നു നോക്കി. പക്ഷേ തച്ചനെ അവിടെയെങ്ങും കണ്ടില്ല. പകരം പണി തീർന്ന വിഗ്രഹം കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. തച്ചന്റെ രൂപത്തിലെത്തി വിഷ്ണു തന്നെയാണ് വിഗ്രഹം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ഇതുകൂടാതെ പുരി ജഗന്നാഥന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ജഗന്നാഥൻ. പ്രപഞ്ചത്തിന്റെ നാഥനാണ് ജഗന്നാഥൻ എന്ന ശ്രീകൃഷ്ണൻ. വിശുദ്ധ ഹൈന്ദവ ഗ്രന്ഥങ്ങളായ ബ്രഹ്മപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, കപില സംഹിത പ്രകാരം ജഗന്നാഥന്റെ സഹോദരിയാണ് സുഭദ്ര. സുഭദ്ര പുരിയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചതായി പറയപ്പെടുന്നു. ദേവി സുഭദ്രയുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഭഗവാൻ ജഗന്നാഥനും ജ്യേഷ്ഠനായ ബലരാമനും ചേർന്ന് പുരിയിലേക്ക് രഥമോടിച്ചു. ഈ രഥയാത്രയെ ഓർമ്മിക്കും വിധമാണ് രഥോത്സവം നടത്തപ്പെടുന്നതെന്നും പറയപ്പെടുന്നു. രഥയാത്രയിൽ പങ്കെടുത്ത് രഥം വലിക്കുന്നത് പാപങ്ങളെ ശുദ്ധീകരിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനകത്ത് നിന്ന് ഭഗവാന്മാരെ പുറത്തെത്തിച്ച് ഭക്തർക്ക് ദർശനം കൊടുക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. 12-13 നൂറ്റാണ്ടുകളിൽ ഒറീസയിൽ ജീവിച്ചിരുന്ന കൃഷ്ണഭക്തനായിരുന്ന ഒരു സംസ്കൃത കവിയാണ് ജയദേവൻ. ജയദേവൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഗീതാ ഗോവിന്ദമാണ് പ്രധാന കൃതി. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു നഗരമാണ് പുരി. പറയത്തക്ക വ്യവസായങ്ങളും മറ്റും ഈ നഗരത്തിലില്ല. ഈ ക്ഷേത്രത്തിലെ തീർത്ഥാടനത്തെ ആശ്രയിച്ചാണ് ജനങ്ങൾ ജീവിതവൃത്തി കഴിക്കുന്നത്. ക്ഷേത്രത്തോടനുബന്ധിച്ച് കരകൗശലപ്പണികളും സത്രങ്ങളും ഭക്ഷണശാലകളും മറ്റുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം. ക്ഷേത്രവും ഐതിഹ്യവും എന്തു തന്നെ ആയാലും പുരി ഇന്നും പുണ്യം തേടുന്നവരുടെ പുത്തനുണർവാണ്. സാഗരം സാക്ഷി നിൽക്കുന്ന ഭക്തരുടെയും സഞ്ചാരികളുടെയും പരദീസയാണ്. ഇതാ ഈ സാഗരതീരം ജഗന്നാഥ പ്രഭുവിന്റെ അനുഗ്രഹങ്ങളുമായി ഇപ്പോഴും ഭക്തരെ കാത്തിരിക്കുന്നു.